ഹലോ എവരി വൺ. നമ്മളെല്ലാവരും കാത്തിരുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 7 ലോഞ്ച് എപ്പിസോഡാണ് ഇന്ന് കഴിഞ്ഞത്. അത് അടിപൊളി എപ്പിസോഡായിരുന്നു. ഫസ്റ്റ് വീഡിയോ ആണ് ബിഗ് ബോസ് റിവ്യൂ ബൈ ശ്രീയുടെ ഫസ്റ്റ് വീഡിയോ ആണിത്. നമുക്ക് എല്ലാ ദിവസവും തുടർന്ന് വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കുന്നതാണ്. ഫസ്റ്റ് തുടങ്ങുന്നത് തന്നെ ലാലേട്ടൻ വീട് കാണിച്ചുകൊണ്ടാണ്. അടിപൊളി വീടാണ്, സൂപ്പർ വീടാണ്. ലിവിങ് റൂമും കിച്ചണും ബെഡ്റൂംസും എല്ലാം വലുതാണ്. ഒറ്റ ബെഡ്റൂമേ ഉള്ളൂ. അത് മുന്നത്തെ പോലെ തന്നെ ടോയ്ലറ്റ്സ് 2 ബാത്റൂമും 2 ടോയ്ലറ്റ്സുമാണ് ഉള്ളത്. പിന്നെ ഒരു ഡ്രസ്സിങ് ഏരിയയും. അതെല്ലാം നോർമലാണ്. പക്ഷേ ജയിൽ കുറച്ച് ശോകമാണ്, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതിനി എങ്ങനെയാണെന്നുള്ളത് അടുത്ത വീക്കിലെ ഫസ്റ്റ് വീക്കിലെ തന്നെ അവരുടെ ഇത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിനകത്ത് 2 പേർക്ക് കിടക്കാനുള്ള സൗകര്യമൊന്നും ഇല്ലയെന്നാണ് തോന്നുന്നത്. പിന്നീട് കാണിക്കുന്നത് ഒരു പണിപ്പുരയാണ്. അതിനെക്കുറിച്ച് വിശദമായിട്ട് അറിയില്ല. പക്ഷേ ലാലേട്ടൻ പറഞ്ഞത് വെച്ചിട്ടാണെങ്കിൽ അവരുടെ സാധനങ്ങളെല്ലാം അവിടെ വെച്ചാണ് പൂട്ടുന്നത്. ഈ പെട്ടി മുന്നേ റൂമിൽ കൊടുക്കുമായിരുന്നു. അതിനി ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം പെട്ടി വെച്ച് പൂട്ടാനായിട്ടുള്ള മുറിയാണ് പണിപ്പുര എന്നാണ് ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കണ്ടറിയാം എന്താണ് അവിടെ ഇനി നടക്കാൻ പോകുന്നതെന്നുള്ളത്. പിന്നെ ബെഡ്റൂം ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞില്ല, അത് നല്ല വിശാലമായിട്ടുള്ളൊരു ബെഡ്റൂം. അതുപോലെ ലിവിങ് റൂമും കിച്ചണും എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല ഇൻറ്റീരിയറാണ്. ചിലപ്പോൾ നമുക്ക് നെഗറ്റിവിറ്റിയൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ ഇത് നല്ല പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്നൊരു വീടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ആദ്യമായിട്ട് പിന്നീട് നടക്കുന്നത് പാർട്ടിസിപ്പൻസിൻ്റെ എൻട്രിയാണ്. ഓരോരുത്തരായിട്ട് ലാലേട്ടൻ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അവർക്ക് അതിന് മുന്നേ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ അതിൻ്റെ ഇടയിൽ കാണിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് രണ്ടാമത് പറയാം. ഇപ്പോൾ ഓരോരുത്തരായിട്ട് എൻ്റർ ആവുകയാണ്. ആദ്യമായി ഗോദയിലേക്ക് ഇറങ്ങുന്ന വ്യക്തി അനീഷാണ്. പുള്ളിക്കാരൻ കോമണറാണ്. അത് ആദ്യം തന്നെ പ്രേക്ഷകരുടെ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട്. സ്ത്രീ വിരുദ്ധനാണ് എന്നുള്ളൊരു ഡയലോഗോട് കൂടിയാണ് ആൾ വന്നേക്കുന്നത്. പിന്നീട് രണ്ടാമത് അനുമോൾ, ആക്ട്രസ് ആര്യൻ, സരിക, അക്ബർ ഖാൻ, RJ ബിൻസി, ഒനിൽ സാബു, ബിന്നി, അഭിലാഷ് ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നങ്ങളും ഉള്ളതായിട്ട് തോന്നുന്നില്ല. റെന ഫാത്തിമ, മുൻഷി രഞ്ജിത്ത്, ഗിസിൽ, ഷാരിക, ദെൻ ഷാനവാസ് സീരിയൽ ആക്ടറാണ്. നെവിൻ, ആദില നൂറ. അത് 2 പേരാണ്. അവർ തന്നെ സ്വന്തമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആദ്യമായിട്ടുള്ള ഒരു ലെസ്ബിയൻ കപ്പിൾസാണ് എന്നാണ്. പിന്നെ ശൈത്യ, അത് കഴിഞ്ഞ് രേണു സുധി, അത് കഴിഞ്ഞ് ലാസ്റ്റിൽ കയറുന്നത് പനി ശരത്താണ്. ഇത്രയും പേരാണ് ഇന്ന് ലോഞ്ച് എപ്പിസോഡിൽ കയറിയേക്കുന്നത്. ഇനി വൈൽഡ് കാർഡ്സ് ഉണ്ടോ എന്ന് അറിയില്ല. ആദ്യം തന്നെ എപ്പിസോഡിൻ്റെ കൂട്ടത്തിൽ തന്നെ അവർക്ക് ഒരു പണി കൊടുത്തുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഇന്ന് തന്നെ 3 പേരെ അവർ ആദ്യത്തെ ഗെയിമിലെ മികച്ച പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തിക്കൊണ്ട് അവർക്ക് കാർഡ് കൊടുത്തിട്ടുണ്ട്. ആ കാർഡ് അവർ സൂക്ഷിക്കണം, അത് കയ്യിൽ തന്നെ കെട്ടിയേക്കണം, മറ്റെങ്ങും കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി നാളെയും അതിൻ്റെ ബാലൻസ് ഉണ്ടാകും. എന്തായാലും ആദ്യത്തെ ദിവസം തന്നെ നല്ലൊരു പണി അവർക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും മാക്സിമം അത് കളക്ട് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് പെട്ടി വന്നിട്ടില്ല. അവരുടെ പെട്ടിയിൽ വന്നിട്ടുണ്ട്, പെട്ടിയിലകത്ത് ഒന്നുമില്ല. അപ്പോൾ ഈ സംഭവം അവരുടെ കയ്യിൽ കിട്ടുവാണെങ്കിൽ മാത്രമേ, ഈ 3 പേരിൽ നിന്നും അത് കിട്ടുവാണെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് അതുകൊണ്ട് ഉപയോഗമുള്ളൂ. അപ്പോൾ അതിനുള്ള പണി നടക്കുവാണ്. നമുക്ക് കാണാം. ശരി, അടുത്തൊരു വീഡിയോയുമായി